മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ആവശ്യമാണ്. മരണം മൂലം നമ്മളിന്ന് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് ഈ കുർബാനയ്ക്ക് ശേഷം നമ്മൾ സെമിത്തേരിയിൽ പോയി മരിച്ചവർക്ക് വേണ്ടി കൃത്യമായിട്ട് ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനപ്പോ തിരുനാമത്തിൽ ചെല്ലിടാൻ ഒരുമയോടെ ബലിയർപ്പിക്കാം. സംലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം സ്വർഗസ്നായ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രാജ്യം ശക്തിയും മഹത്വവും ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ ദൈവത്തിൽ പരകരായ എന്നാത്മാവെ പാടുകയെ കർത്താവിൻ സ്തുതിഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാദഗീതികൾ പാടിയിടും. അവനൊരു നാടും കഴിവില്ലേ അവനിൽ രക്ഷകേകാൻ ആത്മാവൊരു നാൾ വെളിയുമ്പോ മണ്ണോടവരും ചേരുന്നു. ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുമാരെ സ്വീകരിക്കുവാനും സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞൊഴിച്ചു സഭയിൽ നിരന്തരമായി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലുവിനാഥിനെയും സത്താവാനും സർവ്വത്തിന്റെയും നാഥായും ഈശ്വര
സമാധാനത്തോടുകൂടി എന്റെ കർത്താവേ, സത്യമായി എന്റെ ശരീരങ്ങളെ അർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നമുക്ക് സ്ത്രീകളെ ആരാധനയും സമർപ്പിക്കുവാൻ കിടക്കുന്നവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ എന്നേക്കും. പരിപാവനം സർവേശ പരിപാവനം പരിപാവനം അമർത്തിലേ വികൃപണങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. വിശുദ്ധരിൽ സംവിധായ വിശുദ്ധകരവും ബലവാനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവപ്രതിനിധികളെപ്പോഴും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണിക്കുകയും ചെയ്യാൻ പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിക്കുന്നത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിലെ മക്കളാണ്. നാം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഇതുവരെ വിളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് അയക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാകുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ ശംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11, 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി എന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മാർത്തയെയും മറിയത്തെയും അവരുടെ സഹോദര പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നത് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അതിദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവന് മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഓ കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിനായി ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ പ്രവർത്തനത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ ലോകത്തിൽ ഞങ്ങളുടെ പങ്കുകാരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകാവസരത്തോളം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം അനുസരിച്ച് സഭയെ നിരന്തരം വസിച്ചുകൊണ്ട് ഞങ്ങൾ നിത്യസൗഭാഗ്യത്തെ നയിക്കുന്ന കർത്താവെ,
പുരോഹിതന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ജയമിത്രബുദ്ധായും ഞങ്ങളുടെ അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മറ്റു നഗരന്മാരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ വാതിലിൽ ഞങ്ങളെ കൊണ്ടുവരാൻ സ്വദേശിയെ നിർമ്മലമായി അവൾക്ക് വേണ്ടി തന്നെ ഉയർത്തുകയും ചെയ്ത കർത്താവേ, നിന്റെ വാതിലിൽ ഞങ്ങളെ കൊണ്ടുവരാൻ ലോകസംസ്കൃതി മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, നിന്റെ വാതിലിൽ ഞങ്ങളെ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും നാമേ നമ്മോരോരുത്തരെയും പിതാവിന്റെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. അങ്ങയുടെ അങ്ങയുടെ അക്ഷരമായ നമ്മുടെ കടകളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. ദൃഢമായി ശരണപ്പെട്ടു മിശിഹാ കർത്താവിൻ തിരുനീലമിതാ പാവനബലിയുടെ സ്നേഹവാഗ്ദാനങ്ങളോടണിയുക അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയും ചേർന്നിടും പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ എന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരെ ഏകജാസ്തിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊത്തും കാത്തുവസിക്കുന്നു. ശരണം തേടുന്നു ഉത്തിരായിരോ തിരുസന്നിധിയിൽ ഹൃദയകരങ്ങൾ ചൊരിയുവിനിന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിനെയും സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രൻ സകല സൃഷ്ടികൾക്കും ആദിജാതനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യുകയും എല്ലാ സൃഷ്ടികളെയും ചെയ്തു. മനുഷ്യനായ വേണ്ടിയും നമ്മുടെ ജീവനെയും അവിടുന്ന് ശ്രമിക്കുന്നവരെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ മനുഷ്യരെ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി മരിക്കുകയും സംസ്കരിക്കുകയും എഴുതിപ്പിടിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക്
പിതാവിനെ ആരാധിക്കുന്നു. മനുഷ്യനെ ജീവിക്കുന്നവരെ വിധിക്കുക. അവിടുന്ന് ആരാധിക്കുന്നു. പിതാവിനെ സത്യമാവുന്ന ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രേഷ്ഠവും സർവ്വതുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലൂടെ ഏകമാവുന്നീശായ ശരീരത്തിലും നിത്യായുസ്സും ഞങ്ങളെ ചെയ്യുന്നു. ആമേൻ. സർവ്വദേവനാഥനായ നമ്മുടെ സ്തുതികളായിരിക്കുവാൻ അതിനെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദകേശന്മാരും പിതൃന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെ ബ്രഹ്മചാരികളുടെയും കന്യകളുടെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയെ ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യസന്ധതയെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ ഈ ബലി നമ്മുടെ സഹായത്തിന് പ്രവേശിക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരനെ കുമാരന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വർഷസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു. അങ്ങനെ വിശുദ്ധന്റെ ശരീരത്തിലാവുന്നതിനെ ശുശ്രൂഷകരാകുവാൻ എളിയവരെയും പാപികളുമായ ഞങ്ങളുടെ അധികാരങ്ങളെ അധികരിക്കാൽ യോഗ്യരാകുന്നു. അങ്ങ് നൽകിയ സ്നേഹത്തോടെ കുറച്ച് വിശ്വാസത്തോടെ കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാകുന്നു. അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. നമുക്കെല്ലാവർക്കും നമുക്കൊന്ന് വിശുദ്ധിയോടുകൂടെ കർത്താവിനെ പറയുകയും അടുത്തുള്ള അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോട് നിന്ന് ഇവിടെ അനുസരിച്ച് വരുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭീകരമായ ദേശങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥ വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയും ഭക്തിയോടുകൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും രോഗാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ ഞങ്ങളുടെ മനസ്സിലെ എല്ലാ ശുദ്ധതയും ദുഷ്ടതയും അസൂയയും മനുഷ്യരെയും വിദ്വേഷിക്കുന്നത് വിമുക്തമാക്കേണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരും സ്നേഹമായി കുഞ്ഞുള്ളവാക്കേണമേ. വിശുദ്ധവും സജീവമായ തിരുക്കർമ്മം പ്രത്യാശയോടെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. അങ്ങനെ ഭക്തവരത്തിൽ തന്റെ ആരാധ്യമായ നാമം എല്ലാ സ്തുതിയും എല്ലാ ശുദ്ധികളും വാഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും സുഹൃത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടവന്റെ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മനാഖമാരായ ആരാധിക്കുന്നു. അക്തിവയന്മാരും രോഗികളുമായ സ്വർഗീയ സൈനികൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരുമായ ക്രോമ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ പരമശുദ്ധൻ നിരന്തരം മുഴങ്ങുന്നു പരമഖിലവും അഖിലേശ്വര മഹിതയായി നിറയുന്നു തിരുഭവനേ. ഹോശാന ഈശോയെ സദനം. ഹോശാന ഹോശാന ഹോശാന. ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവ്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലവും അങ്ങിലാണ്. നിത്യനായ അങ്ങ് പരിശുദ്ധനാണ്. സമസ്തവും അങ്ങ് വഴി സൃഷ്ടിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. എല്ലാം വഴി പൗത്രീകരിക്കപ്പെടുന്നു. ദൈവമേ, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു. കാരണം എന്റെ അർത്ഥനങ്ങൾ അശുദ്ധമാണ്. അശുദ്ധമായ അർത്ഥനമുള്ളവരുടെ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവായ രാജാവിനും ദർശിച്ചു. കർത്താവിനെ ഞാൻ അഭിമുഖം എത്രയോ ഭീതിയവകൾ. ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല. കർത്താവിനെ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ. അശുദ്ധരായ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അർത്ഥനങ്ങൾ പൗത്രീകരിക്കുകയും ചെയ്യണം. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയരാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്യും. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. തലേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ മക്കളിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനാണ് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാശയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ഞാൻ ഈ ചെയ്യുന്ന നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. കർത്താവിനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവരോധനയായിരിക്കുന്നത് നിന്റെ ദൈവിക ജീവങ്ങളെ പങ്കുകാരാക്കുവാൻ സ്വഭാവം സ്വീകരിക്കുകയും അതവധിച്ചുമായി സൗകര്യപ്രദരായി ജീവിപ്പിക്കുകയും ചെയ്യും. പാപികളായി ഞങ്ങളെ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ വികാസങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയായി സമർത്ഥമായ മാറ്റമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ വിശുദ്ധി ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രധാനാചാര്യനും സർവ്വതലവനും ഭരണാധികാരിയുമായ
റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മാർ ടോണി മെത്രാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്കാ സഭകൾക്ക് വേണ്ടി, പുരോഹിതന്മാരുടെ എല്ലാവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബഹുമാനത്തിനു വേണ്ടി അങ്ങയുടെ ശ്രദ്ധയും നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ലക്ഷിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ നാമത്തിൽ വരുമ്പോൾ എല്ലാ മരിച്ചവർക്ക് വേണ്ടി ഞങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തു നിൽക്കുന്ന ഈ സ്നേഹ സമൂഹത്തിന് വേണ്ടി, അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശുദ്ധമായി വിശുദ്ധ ശരീരത്തിൽ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാകും ദേവതാവായി പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങനെ ഒരു സമൃദ്ധമായി സഞ്ചാരമാക്കണം. ജീവിതകാലം ശാന്തിയും സമാധാനവും നൽകണമേ. അങ്ങ് മാത്രമാണ് രാത്രിപിതാവായി ദൈവം പ്രേമിതനായി അറിയട്ടെ. ഞങ്ങളെ രക്ഷകരമായ സംശയായുടെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനീയവും പരിശുദ്ധമായ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ ദാസരെ കുർബാനയോട് താമസത്തിനെ ആശീർവദിക്കുകയും പ്രവർത്തീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മറ്റുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും മറ്റ് സംവിധാനവുമായി ജീവിതത്തിന് കാരണമാകട്ടെ. കർത്താവായി ഞങ്ങൾക്ക് വേണ്ടി മരിച്ച പ്രതിയെ കുറിച്ച് അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്ന ചെയ്യപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളെ അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധമായ ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനോട് തോന്നണമേ. എങ്കിലും സുസ്ഥിരവും പരിശുദ്ധമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാലം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായ സജീവനായകമായ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവരും പാപമോചനം നിശ്ചയം പ്രാപിക്കുന്നു, നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ ഈശോമിശിഹായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എല്ലാവർക്കും പഞ്ചായത്തിനോടെ സമർപ്പിക്കാം. അനിതാർത്ഥങ്ങളോളം ആശാനത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനെ വിദേശത്ത് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധരിക്കപ്പെടുകയും ചെയ്യാം. യുവതിയോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, വേദങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവദനം നിഷ്കളങ്കരമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ ഞങ്ങളെ ശിക്ഷിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം സ്വർഗ്ഗത്തിലും ഭൂമിയിലെ രാജ്യവും അധികാരവും അങ്ങനെയാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. അവിടുത്തെ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവേ, യേശുവിന്റെ കൃപാവര അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. വിശ്വസ്തയായ സഭയിലെ രാജാക്കന്മാരുടെ രാജാവായ പിതാവിനെ പറ്റി ഞാൻ ചെയ്യുകയാണല്ലോ. പ്രിയ സഹോദരനെ, സഭയെ സജ്ജമാക്കിയിരിക്കുന്ന വിശുദ്ധ ദിവസങ്ങൾ സ്വീകരിച്ച് നമുക്ക് നിത്യ ജീവനാവകാശമാക്കാം. പരിശുദ്ധ അമ്പാനകൃപാലതാൽ
സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് വേദങ്ങളുവാൻ യോഗ്യരായിട്ട് നിലനിർത്തും. ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിക്കുവാൻ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികവുമായ രഹസ്യം കടങ്ങളുടെ മോചനത്തിനായി ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് മഹനീയമായ തിരുപ്പത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരയിലേക്കും മനുഷ്യരിൽ തന്നെ പ്രതീക്ഷയായ സുസ്ഥിരവും പരിശുദ്ധവും ജീവനായ ദൈവികവുമായ കുർബാനയും നീ ഞങ്ങളുടെ കടകളും പാപങ്ങളും വെറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായി വാഴ്ത്തപ്പെട്ടതാകട്ടെ. സർവ്വത്തിന്റെയും നാഥായനേക്കും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപകരമായി ക്ഷമിക്കുകയും നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവരാകട്ടെ. ദൈവത്തിന്റെ കർത്താവിനെ ചികിത്സത്തെ അച്ചകണങ്ങൾ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലന വർഗ്ഗങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ എപ്പോൾ എന്നേക്കും. വിശുദ്ധീകരണത്തിൽ ഒരുക്കിയിടമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന കടകളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈ ഒരു വലിയ സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ തന്നെ സെമിത്തേരിയിൽ ഒപ്പിച്ചുണ്ടായിരിക്കുന്നതാണ്. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ വലിയ ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ കാരണത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ കൃത്യത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാകരുത്. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ശാസിക്കുന്നതും സൃഷ്ടിക്കുന്നതും കോപത്തോടെയാവരുതേ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്ന് തൃക്കൃപാത്തിന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടിയാവരുതേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിനക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് യാതൊരു പാപകരമായി ക്ഷമയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ജീവന്റെ മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനെ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായും നീ അറിയുന്നു, പാപം വലുതാണതുപോലെ ഹൃദയം വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി നരകണമാകെ രസിക്കുന്നു. നാദാ നിന്നുടെ മാംസവിടങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ച് ആദിയിൽ അലിവോട് ജന്മം നൽകി. മധ്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടുസമയ്ക്കും. കാവുകളൊക്കെ തിരുസഭനിൽക്കോ കൂടുതകർത്ത പ്രാക്കളയില്ല. കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞോ. കർത്താവേ നിന്റെ കർത്താൻ നേടിയ സഭയെ കൈവെടിയല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാമിശിഹ കർത്താവേ, നീ അംബരവീതിയിൽ അന്തിമനാളിൽ അന്തിവിധിക്കായി അണയും നേരം കനിവൊളു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. നിത്യമഹോന്നതമംഗളമോടെ കുരിശുയർത്തിലുയർന്നു വരുമ്പോൾ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതിവരാത്തോരവികലമോദം പകരണമേ ഞങ്ങൾക്കെല്ലാം. നീ എന്നോട് കൂടെ ഈശായിരിക്കുമെന്ന് നല്ലവനോട് വാഗ്ദാനം ചെയ്ത നീതിമാനും അനുഗ്രഹ സമ്പന്നനുമായ കർത്താവേ, നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതിയനകവുമായ ഒരു ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ജീവിതകാലത്ത് ഞങ്ങളുടെ ആരംഭവും മരണശേഷങ്ങളുടെ പ്രതീക്ഷയുമായ വിഷയമായി നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മഞ്ഞൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികെ. മഞ്ഞിറങ്ങി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികെ. നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരവിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മഞ്ഞിറങ്ങി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമർന്നു ഞാൻ
നാഥാനീതാനവലംബം. മഞ്ഞിറങ്ങി വെളിച്ചത്തിൽ ചെന്തി പോലൊരു ആരാധന നിന്നിൽ മരണത്തിൽ സന്ദേശവുമായി വന്നിരുന്നു. ഞങ്ങളുടെ ശരണവും ആശ്രയമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, എന്റെ മഹനീയമായ ദൈവത്തിന്റെ ഗ്രാഹ്യവും അനന്തവുമായ കാരുണ്യം അത്ഭുതവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും തിരുമിരാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാളെ ശത്രുവിന്റെ മേൽ ഉയർന്നേൽക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിവദിക്കാതെ എന്റെ വഴികളെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരൊരുപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലതുഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി നിന്നെ പ്രസാദിപ്പിച്ച നീതിമാന്മാരോട് കൂടി വരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കാഹളമൂരി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരം നാഗെ. ബാവാപുത്രൻ ലൂഹാക്കി കീർത്തനഗാനം പാടുന്നു. രോഗങ്ങളവൻ സുഖമാക്കും. നാശത്തിൽ നിന്നാദാമി സുതരയുയർത്തിയ തിരുസോലോ ജീവനെനിക്കു പകർന്നു വനം വാദമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നയിച്ച് നിരക്ഷിച്ചു മധ്യഗണത്തിനു മൃത്യുവിൽ നരിയ വിമോചനമരുളീട. തൻ പ്രിയസുതനെ നിയോഗിച്ചു ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പാവനമാകും കുരിശിനെയും ഹൃദയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിൻ ഉടമകളാണ്. വരുവിൻ കർത്താവിനെ വാഴ്ത്താം. വരുവിൻ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിയിടാം. പുനരുത്ഥാനം നൽകുന്നു ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരില്ല. നിന്നുടെ യാഗമന്ദിരവും സക്ഷമരായി കഴിയുന്നു. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയുള്ളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. ആദിമുതലേക്കും ആമേൻ. ആരാധകരുടെ യാത്രകൾ നീ തിരുസന്നിധിയണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ ആരാധനകൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പുറത്തിരിക്കുന്ന പാപിനിയോടെ അരുളി ചെയ്തവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപഭംഗിരമായി ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടുകൂടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മകത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങൾ അർഹരാക്കണമേ. നിന്റെ അനന്തമായ പരിപാലനം നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. അയാളെ ആശ്വസിച്ച കർത്താവെ, പ്രിയപ്പെട്ടവരുടെ മേൽപ്പാടിൽ ദുഃഖിതരായിരിക്കും ഞങ്ങളുടെ ദാസരെ ആശ്വസിപ്പിക്കണമേ. അവർ നിരാശരാകാൻ പ്രതീക്ഷയാൽ അവരെ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം
മാഞ്ഞടിയുന്നോ. അസ്ഥിരമല്ലോ മതിലേ ജലാശകളും ഈ പോലെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരെന്ന് വിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. ജലികാശകളും ഈ പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നെ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. ജലികാശകളും ഈ പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, ഗുണമായ ശക്തിക്ക് അവസ്ഥയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെ ഭൂമിയിലെ രാജാവാകുന്നു, ജീവന്റെ മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു, നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവരുമാകുന്നു. നിന്റെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നിനക്ക് സമനായ ആരുമില്ല. നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു. നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നതും പാപികളെ അനുഗ്രഹിക്കുന്നതുമായ കർത്താവേ, നിന്റെ മഹനീയമായ തൃത്വത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെ ഭൂമിയുടെ രാജാവാകുന്നു, ജീവന്റെ മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മലാകമരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെ ഭൂമിയുടെയും രാജാവാകുന്നു, ജീവന്റെ മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കരുണാനിധിയും പാപങ്ങൾ വെറുക്കുന്നതുമായ കർത്താവേ, ദയാധിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമുടെ ദാസൻ ചെയ്യും വലിയൻ നാഥ തിരുസന്ധിയിൽ. വിശ്വാസമോടെ ദാസൻ ചെയ്യും പൂർവന്മാരാ ലോഹമരാഹ ഇസഹാക്യാക്കോ മഹിദാസയതൻ പരിപാവനമാ വെളികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ
വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ ഒരു വത്സലരാം സ്നേഹരുമൊരു വിനയാൻവിതരായി അവസന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൾ നാഥാ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ പൂർവന്മാരാ ലോകമരാഹ ഇസഹാക്യക്കോ മഹിതാശയതൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ ഒരു വത്സലരാം സ്നേഹരുമൊരു വിനയാൻവിതരായി അവസന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൾ നാഥാ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ പൂർവന്മാരാ ലോഹപരാഹ ഇസഹാക്യക്കോ മഹിതാശയതൻ പരിപാവനമാ ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയന്നാദാ തിരുസന്നിധിയിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, മനുഷ്യർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, കാത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പകലിനാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ആകാശത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു, മനുഷ്യർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവനായകമായി ശുദ്ധകലാശ്രയ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, മരിച്ചവരുടെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരുടെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിതമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കൈക്കൊണ്ട് മരിച്ചവരുടെ പാപങ്ങൾക്ക് നീ പൊറുതി കൊടുക്കണമേ. നിഷ്കളങ്കനായ ഭേദിന്റെയും പുണ്യചരിതനായ ലോകിന്റെയും അങ്ങിൽ വിശ്വാസമർപ്പിച്ച പ്രാർത്ഥനയെ വിലയേറിയ കാഴ്ചകൾ പോലെ ഞങ്ങളുടെ കാഴ്ചകളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും അവരുടെ ബന്ധുമിത്രാദികളെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മരിച്ചുപോയി പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും
അവർക്ക് നിത്യാശ്വാസം നൽകുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവേ, മരിച്ചവനെ കലാപൂർവ്വം ജീവിപ്പിക്കണം, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷമനോടെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ദൈവമേ, നിന്റെ കൃപയ്ക്കുത്തരം എന്നോട് കരുണ തോന്നണമേ. നിന്റെ കാരണത്തിനനുസൃതമായിട്ട് പാപങ്ങൾ നീ ഉന്മൂലനം ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യത്തിനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും മറിയാതെ നിന്റെ ദാസദേവകൾ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയമായ ഓരോ നീ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.